ഹായ് ഫ്രണ്ട്സ്, ഞാൻ റൂബി ചോജി. ഇത് ഞങ്ങളുടെ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ് പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കോട്ടയം സ്റ്റൈൽ നല്ല എരിവും പുളിയുമുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ? വീഡിയോയിലേക്ക് എല്ലാവരും വന്ന് കാണുക വീഡിയോ. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നല്ല കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. നല്ല എരിവും പുളിയുമുള്ള കോട്ടയം സ്റ്റൈൽ മീൻ കറി. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ വേണമെന്ന് ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാനിവിടെ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മീൻ റഹു എന്ന് പറയുന്ന മീനാണ്. അത് കുളമീനാണ്, കുളത്തിൽ നിന്ന് പിടിക്കുന്ന മീനാണ്. അതിനെ കഴുകി വിനാഗിരി ഉപ്പ് ഇതെല്ലാം ഇട്ട് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇത് അതിനുള്ള മസാലക്കൂട്ടുകൾ. മസാലയിൽ 2 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി മിർച്ചി പൗഡറുണ്ട്, കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂൺ നോർമൽ നല്ല എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഉലുവാപ്പൊടി. ഇത്രയുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ സവോള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ഇത്ര വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, സവോള ഇത്രയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മീഡിയം സൈസ് ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, 3-4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കരിവേപ്പില ഇത്രയും ഇവിടെ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുടംപുളി നല്ലതായിട്ട് കഴുകിയിട്ട് അതിനെ തിളപ്പിച്ച് അതിൻ്റെ അകത്ത് നല്ല പുളി ഇറങ്ങാൻ വേണ്ടി ഞാൻ തിളപ്പിച്ച് വെക്കുന്നുണ്ട്. ഇത് ചട്ടി ചൂടാക്കി വെച്ചേക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോകാം. ആദ്യം ചൂടായ ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കുക. മീൻ കറിയാണ്, ഇച്ചിരി എണ്ണ കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ടിരിക്കും. എണ്ണ ചൂടാവുന്നുണ്ട്. എണ്ണ ചൂടാവുന്നതനുസരിച്ച് നമുക്ക് എണ്ണ ചൂടായി വരുന്നതനുസരിച്ച് നമുക്ക് അതിനകത്തോട്ട് കടുകിടാം. ഒത്തിരി കടുകൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ കടുക്, കടുക് നല്ലതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ ഉലുവ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂണും വേണ്ട, ഒരു കുറച്ച് 1/4 ടീസ്പൂൺ. കടുക് നല്ലതായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ, എൻ്റെ സ്വരം ഇച്ചിരി തൊണ്ട പിടിച്ചിരിക്കുവാണ്, അതുകൊണ്ടാണ്. രാത്രിയിൽ കേസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒത്തിരി ഇതായിട്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ്, സോറി. നിങ്ങൾക്ക് സൗണ്ട് ഓഡിബിൾ ആവുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഉലുവ ഇട്ട് കൊടുത്ത് നമ്മൾ ഇനി അത് നല്ലതായിട്ടൊന്ന് മൂക്കണം. ചെറുതായിട്ടൊന്ന് നമുക്കതിനെ ഇളക്കി കൊടുക്കാം. പിന്നെ പൊട്ടി വരുന്ന കടുകിലോട്ടും ഉലുവയിലോട്ടും കരിവേപ്പില, പച്ചമുളക് അത് രണ്ടും ഇട്ട് നല്ലതായിട്ട് മാറി നിന്ന് ചെയ്യണം, അല്ലെ പച്ചമുളക് കയറി നമ്മുടെ ദേഹത്ത് പൊട്ടിത്തെറിക്കാനൊക്കെ ഇടയുണ്ട്. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടിട്ടുണ്ട് ഞാൻ. സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. കാണാമോ?
അതിനെ ഒന്ന് മൂക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനെ മൂത്ത് വരുന്നേ ഉള്ളൂ, ഇച്ചിരി ടൈം എടുക്കും. ഗോൾഡൻ ബ്രൗൺ ആവണം ഇതിനും. സംസാരിക്കണം. അപ്പോൾ പകുതി നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട്, കളർ മാറി തുടങ്ങുന്നുണ്ട്. പക്ഷെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരണം, അല്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് കാണത്തില്ല. നാട്ടിൽ നല്ല നല്ല കടൽ മീനൊക്കെ കിട്ടുമല്ലയോ. ഞങ്ങൾക്കിവിടെ കടമീനൊക്കെ അധികം നല്ല വെറൈറ്റി ഒന്നും കിട്ടത്തില്ല. അയല, മത്തി അതൊക്കെ കിട്ടത്തുള്ളൂ. ചൂര. ഞങ്ങളിവിടുന്ന് വിശാഖപട്ടണത്തു നിന്ന് വരുന്ന മീനൊക്കെയാണ്. ഇവിടെ നാട്ടിൽ നിന്ന് വരുന്ന മീനുകളില്ല. അപ്പം നമ്മുടെ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. ഇത് ഞാൻ പുളിവെള്ളം ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്. അതിൻ്റെ അകത്തോട്ട് ഈ പുളിവെള്ളം ഉരുക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ. ടീസ്പൂണാണേ, ടേബിൾ സ്പൂണല്ല. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നു, കാണുന്നുണ്ടോ? ഗോൾഡൻ ബ്രൗൺ ആയി നല്ലതായിട്ട്, കണ്ടോ? ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മുളക് പൊടി നല്ലതായിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി മൊത്തം 2 കാശ്മീരി ചില്ലിയും നമ്മുടെ എരിവെള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള പൊടികളും കൂടെ കൂട്ടത്തിലോട്ടിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക. കാണുന്നുണ്ടോ? പെട്ടെന്ന് മൂത്ത് വരും പൊടികളൊക്കെ. അതുകൊണ്ട് ഇട്ടിട്ടൊന്നും മാറിയൊന്നും പോയേക്കല്ല. പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ കൂടെ നിന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മളവിടെ ഇട്ടിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം മൂത്ത് കരിഞ്ഞ ഒരു പരുവമായി പോവും. കണ്ടല്ലോ, ഇതുപോലെ ആവണം. ഇതുപോലെ അത് നോക്കിക്കേ, എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ടോ മസാലയിൽ നിന്ന്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ടൊമാറ്റോനെ ഇടാം. ടൊമാറ്റോ ഇട്ട് കൊടുത്തു. അത് നല്ലതായിട്ട് ടൊമാറ്റോൻ്റെ കൂടത്തിൽ കിടന്ന് അത് നല്ലതായിട്ട് വെന്ത് വരണം. ടൊമാറ്റോയും മസാലയും കൂടെ ഇട്ട് നല്ലതായിട്ട് വെന്ത് ഇച്ചിരി ഒരു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്, മറക്കല്ല. പുളിവെള്ളത്തിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. മസാല ഒന്ന് ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അത് ഒന്ന് സോഫ്റ്റായി വരുന്നവരെ അത് മൂത്ത് വന്നിട്ടുണ്ട്. അത് നല്ല ടൊമാറ്റോ നല്ല സോഫ്റ്റായി.
മസാലയിലോട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടോ? ഈ പാകമായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പുളിവെള്ളത്തിന് ഇതിലോട്ട് ചേർക്കണം. ടൊമാറ്റോനെ ഒന്ന് ഉടച്ച്, വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണേ. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. എണ്ണ തെളിഞ്ഞു, കാണുന്നുണ്ടോ? എണ്ണ തെളിഞ്ഞു നല്ലതായിട്ട്. നമുക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പുളിവെള്ളത്തിനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ 2 കുഞ്ഞു പുളിയുടെ ഇതുണ്ടായിരുന്നു, പീസുണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ അകത്തോട്ട് തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. കളറ് കണ്ടോ? നമ്മുടെ മീൻ കറിയുടെ ഇത്രയും കൊഴുത്ത് നല്ല ഇതിലിരിക്കണം മീൻ കറി. അതിലോട്ട് നമുക്ക് ഒരു മഗ്, ചെറിയ മക്കിന് 1 മഗ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറുള്ള മീൻ ചാറ് വേണമല്ലോ കഴിക്കാൻ, ചോറൊക്കെ കഴിക്കാൻ അല്ലേ. 1 കപ്പ്, അധികമൊന്നും വേണ്ട, 1 കപ്പ് മതി. എന്നിട്ട് ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ തിള വരണം. തിള വന്ന് നല്ലതായിട്ട് ഒന്ന് തിളച്ച് നല്ലതായിട്ടൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് മീനെ പറക്കിയിടണം. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഉണ്ടോ? മീൻ്റെ ഗ്രേവി നല്ലതായിട്ട് തിളച്ച് നല്ല കുറുകം പരുവത്തിലായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഇതിലോട്ട്, ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ മീനെ പിറക്കിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളായിട്ടങ്ങ് പിറക്കിയിട്ട് കൊടുക്കുക. ഇവിടെ മീൻ വലിയ തലയായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ എല്ലാവർക്കും തല ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ള കുളത്തിലെ മീനാണ്. ഇവിടെ ഇതാണ് ഇതായിട്ടുള്ള റിവു കത്ല. ഈ 2 മീനാണ് കൂടുതലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇച്ചിരി നമുക്ക് സിമ്മിൽ നിന്ന് ഇച്ചിരി ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അത് അത്രേ ഇതിൻ്റെ അകത്ത് വരത്തുള്ളൂ. ബാക്കി മീൻ വേറൊരു ദിവസത്തേക്ക് വേണ്ടി വയ്ക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന്, മീനൊന്ന് ഒരു തളയും കൂടെ കഴിയുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അത് ഫുള്ളിലായി അത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്ക് ആദ്യത്തെ തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആദ്യം പൊടിഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ വെന്ത് കഴിയുമ്പോൾ ഇളക്കിയൊന്നും കൊടുക്കല്ല. വെന്ത് കഴിയുമ്പോഴത്തേക്കും മീൻ വെന്തൊക്കെ വന്ന് കഴിയുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ഇളക്കി കഴിച്ചാൽ മീൻ മൊത്തം പൊടിഞ്ഞ് ഒരു പരുവമാവും. അതുകൊണ്ട് സ്പൂണിട്ട് ഇളക്കല്ല. ഇപ്പം ആദ്യം ഒന്ന് നമ്മൾ മീൻ കഷ്ണം ഇട്ട് കഴിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അടച്ചു വയ്ക്കുവാണ്. അപ്പോൾ ഇനി മീൻ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളെ റിസൾട്ട് കാണിക്കാം കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യേ.
ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം മീൻ കറി. ഇളക്കല്ലിനിയും ഇട്ട് ഇല്ല, ഒരു 5 മിനിറ്റും കൂടെ ആവാനുണ്ട്. അപ്പം നമ്മുടെ മീൻ കറിയുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോവുകയാണ് നമ്മൾ. കഴിഞ്ഞു, നല്ലതായിട്ട് വെന്തു മീൻ കറി. നല്ല കുറുകി, ചാറൊക്കെ നല്ലതായിട്ട് കുറുകി, കണ്ടോ, നല്ല കുറുകിയ ചാറാണ്. ഇനി നമുക്കതിനെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഇച്ചിരി വെളിച്ചെണ്ണ, ഒരു 1.5 ടീസ്പൂൺ. ഇച്ചിരി നമ്മുടെ കരിവേപ്പില. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മീൻ കറി. ഓക്കെ.